നിങ്ങളീ പറയുന്നത് സത്യം തന്നെയാണോ? അതെ സർ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ആ ക്രൈമിൽ മഹാ അപരാധത്തിന്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. AR ഗ്രൂപ്പ് ഉടമ അരുന്ധതിയുടെ മകൻ ഋഷിയെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണ്. വർഷങ്ങളോളം ആ ചെറുപ്പക്കാരൻ ശരീരം തളർന്ന് കിടക്കയിലായിരുന്നു. ഞാനാണ് പ്രതി. സാർ, കേസെടുക്കണം. എനിക്ക് അർഹമായ ശിക്ഷ വാങ്ങിത്തരണം. പ്രഭാവതി പറയുന്നത് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതു ഭാഗമാണ് വിശ്വസിക്കാൻ പറ്റാത്തത്? അത് പറയൂ, ഞാൻ വ്യക്തമാക്കിത്തരാം. ഈ അരുന്ധതി പക്ഷേ ഇന്നേ വരെ ഒരു പരാതി തന്നിട്ടില്ല. പരാതി തന്നിട്ടില്ല എന്ന് വെച്ച് ക്രൈം ഇല്ലാതാവുന്നില്ലല്ലോ. അരുന്ധതി പരാതി തരാത്തതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാവും. എന്റെ ലീനയുടെ മരണത്തിന്റെ ദേഷ്യത്തിനാ ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചത്. അന്ന് ആ രീതിയിൽ ഒരപകടം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി സർ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ രഹസ്യം മറച്ചു വെച്ചിരുന്നത്? മനുഷ്യ മനസ്സുകളല്ലേ സർ, എങ്ങനെ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രശസ്ത നക്സലൈറ്റിനെ വെടിവെച്ചു കൊന്ന പോലീസുകാരൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത്. അതങ്ങനെയാണ് സർ. മനസ്സോരോ രഹസ്യങ്ങൾ എപ്പോഴാണ് തുറന്നുവിടുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് അന്ന് ഋഷി എന്ന പയ്യനെ കാറിടിച്ച് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ചെയ്തതാണെന്നാണോ? അതെ സർ, ആ ഉദ്ദേശത്തോടെ തന്നെയാ. സർ, കേസ് രജിസ്റ്റർ ചെയ്യണം. കോടതി വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. ഇങ്ങനെ കുറ്റം തുറന്നു പറയാൻ വന്നത് സിദ്ധാർത്ഥൻ സാർ അറിഞ്ഞിട്ടുണ്ടോ? ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റാരുടെയും അഭിപ്രായത്തിന് ഞാൻ ഇനി കാത്തു നിൽക്കുന്നില്ല. ആരൊക്കെ അറിയുന്നു അറിയുന്നില്ല, അതൊന്നും എന്റെ വിഷയമല്ല. മാഡം KDF സ്ഥാനാർത്ഥിയല്ലേ? റിസൾട്ട് വന്ന ദിവസം തന്നെ കുറ്റം തുറന്നു പറയാന്ന് വെച്ചാൽ എന്തടിസ്ഥാനത്തിലാ? പരാജയത്തിന്റെ വിഷമം മറക്കാനാണോ? ഇനിയും പരാജയപ്പെടാതിരിക്കാനാ. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്നറിയാമല്ലോ. എനിക്കെല്ലാം അറിയാം സർ. പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാർ നടപടിയെടുക്കണം. മുൻ MLA സിദ്ധാർത്ഥന്റെ ഭാര്യ, ഇപ്പൊ MLA ആയി ജയിച്ച ദേവികയുടെ അമ്മായിയമ്മ, ആ പരിഗണനകളൊന്നും വേണ്ട. കേസെടുക്കൂ. ഒരു മിനിറ്റ്. മാഡം, ഇതിലിപ്പോ അന്താളിക്കാൻ എന്തിരിക്കുന്നു? തോറ്റ സ്ഥാനാർത്ഥി നാണക്കേട് കരുതി നാടുവിട്ടു. സ്വാഭാവികം. സർവേകളും ഇന്റലിജൻസും ഒക്കെ പറഞ്ഞത് പ്രഭാവതി ജയിക്കുമെന്നാ. MLA തൊപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നതാ. റിസൾട്ട് വന്നപ്പോ പൊട്ടി. നാട്ടില് നിൽക്കാൻ പറ്റൂ? മുങ്ങി. അതിനൊന്നും വലിയ ന്യൂസ് ആക്കണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിലും അവര് നിന്നാ പൊട്ടും. എന്താ നോക്കുന്നേ? ഓ, എനിക്ക് മനസ്സിലായി. എന്നെയല്ലേ സംശയിക്കുന്നേ? ഉടായിപ്പിന്റെ എക്സ്പെർട്ട് അല്ലേ താൻ? സമയവും സന്ദർഭവും മനസ്സിലാക്കി വർത്താനം പറയണം. കേട്ടല്ലോ? അല്ല മാഡം, ഞങ്ങള് വെറുതെ എങ്ങനെ ഒരു വലിയ സംഭവമാണ് നടന്നേക്കുന്നേ. അതിനിടയിലാണോ LKG പിള്ളേരെ പോലെ വഴക്കൂടുന്നേ? ഞങ്ങൾക്കിടയിൽ വഴക്കൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞത്. തമാശ പറയാൻ പറ്റിയ സമയമാണല്ലോ ഇത്. ത്യാഗരാജ, പ്രഭാവതി എവിടെയാണെന്ന് 1 മണിക്കൂറിൽ എനിക്കറിയണം. പാർട്ടിയോ പോലീസിനെയോ ആരെയാന്ന് വെച്ചാൽ വിളിച്ചോളൂ. കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് അറിഞ്ഞേ പറ്റൂ. അല്ല മാഡം, ഇനി ചിലപ്പോ അത് ഊഹാപോഹങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. പോയി അന്വേഷിച്ച് വിവരം കൊണ്ടുവന്നേ പറ്റൂ. ശരി മാഡം. മാഡം, ഇവൻ അന്വേഷിച്ച് 1 മണിക്കൂറിനുള്ളിൽ വിവരം കൊണ്ടുവരുമോ? എന്നാ CP പറ, പ്രഭാവതി എങ്ങോട്ട് മാറിയതായിരിക്കും? എന്റെ മനസ്സിലൊരു തോന്നലാണ്. പറയേ. അല്ല, ഋഷിമോൻ വീണ്ടും എന്തെങ്കിലും അബദ്ധം കാണിച്ചിരിക്കുവോ? മുൻപ് 2 പ്രാവശ്യം പ്രഭാവതിക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ?
ഇന്നിപ്പോ റിസൾട്ട് വന്ന ദിവസം സംശയം മറ്റു പലരിലേക്ക് പോകുമെന്ന് ഋഷി ചിന്തിച്ചു കാണും. മാഡം ഋഷി ഒന്ന് വിളിക്ക്. ആ ഹലോ, അരുന്ധതി മാഡം അല്ലേ? ഞാൻ DYSP അനിരുദ്ധൻ. മനസ്സിലായി. മാഡം സ്റ്റേഷൻ വരെ ഒന്ന് അത്യാവശ്യമായി വരണമല്ലോ. എന്ത് സർ കാര്യം? മുൻ MLA സിദ്ധാർത്ഥൻ സാറിന്റെ ഭാര്യ പ്രഭാവതി ഇവിടെയുണ്ട്. ഓക്കെ സർ, ഞാൻ ഉടനെ എത്താം. ശരി. എന്താ മാഡം? ഞാൻ DYSP ഓഫീസ് വരെ ഒന്ന് പോവാ. അല്ല, എന്താ കാര്യം? പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നിട്ട് പറയാം.